എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വ്യത്യസ്തമായ ചില സന്ദേശങ്ങളെ, പ്രായോഗികമായ സന്ദേശങ്ങളെ പൗലോസ് കൈമാറുകയാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട 3 പദങ്ങളെ പൗലോസ് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു. അതിലൊന്ന് വിവാഹ ജീവിതത്തിൻ്റെ പവിത്രതയാണ്. 2 ഔദാര്യ മനോഭാവമാണ്. 3 സംതൃപ്തിയുള്ള ജീവിതമാണ്. ഈ 3 മേഖലകളെ ദൈവകൃപയിൽ ഒരാത്മീയ മനുഷ്യൻ ആർജിച്ചെടുക്കണമെന്ന് പൗലോസ് പറയും. ഈ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും എന്ന് പൗലോസ് പറയുകയാണ്. അത് ദൈവത്താലുള്ളതാണ്. അത് അശുദ്ധിയിലും ദുർനടപ്പിലും നാം പോകാതിരിപ്പാൻ എല്ലാ മനുഷ്യനും വികാരങ്ങളും ചിന്തകളും ഓടുകൂടെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ മറ്റൊരു പദം കൂടെ പൗലോസ് പറയുന്നു, അഴലാതിരിപ്പാൻ, ദുർനടപ്പിലേക്ക് പോകാതിരിപ്പാൻ ഒരു കുടുംബ ജീവിതത്തെ നൽകിയിരിക്കുകയാണ്. ആ കുടുംബ ജീവിതത്തിനകത്ത് അതൃപ്തി ഉണ്ടെങ്കിൽ പരസ്ത്രീ ബന്ധങ്ങളിലേക്കോ മറ്റുമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ദൈവസഭയുടെ ഭാഗമല്ലാത്ത വ്യത്യസ്തമായ ജീവിത രീതിയിൽ ജീവിക്കുന്ന ആളുകൾ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വിവാഹ ജീവിതത്തിലായിരിക്കുന്ന എൻ്റെ പങ്കാളിയോട് എനിക്ക് സംതൃപ്തിയില്ല, അതുകൊണ്ട് ഞാൻ പരസ്ത്രീകളുമായി പോകും. അപ്പോൾ വിവാഹ ജീവിതത്തിനകത്തുള്ള സംതൃപ്തിയെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. ഈ വിവാഹ ജീവിതം ഒരിക്കലും ഒരു ആത്മീയ മനുഷ്യൻ്റെ ആത്മീയ നടത്തിപ്പിന്, ആത്മീയ ഉയർച്ചയ്ക്ക് തടസ്സമല്ല. അതിന് മാതൃകയാണ് പഴയ നിയമത്തിൽ ഹാനോക്ക് എന്ന മനുഷ്യൻ. 300 വർഷം ദൈവത്തോട് കൂടെ നടന്ന, ദൈവത്തോട് ഇഴയറ്റ ബന്ധം കാത്തു സൂക്ഷിച്ച ഇയ്യോബ് എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഭക്തനായ മനുഷ്യൻ. അപ്പോൾ ഈ കുടുംബജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണം എന്ന മേഖലയെ ഒന്നാമത് പൗലോസ് കൈകാര്യം ചെയ്യും. 2 ഔദാര്യ മനോഭാവത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ദ്രവ്യാഗ്രഹമുള്ള ഒരു മനുഷ്യന് ദൈവിക നന്മകൾ കൈകാര്യം ചെയ്യുന്നത് പ്രയാസമാണ്. ദൈവരാജ്യത്തിന് വേണ്ടവൻ വിതയ്ക്കുന്നില്ല, സകലതോവൻ പിടിച്ചു വയ്ക്കും, മുറുകെ പിടിക്കും. എന്നാൽ ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. ഇവിടെ ലോഭമായ ചിന്തയുള്ളവൻ, ഹൃദയത്തിന് ഇറുക്കമുള്ളവൻ, അവൻ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമില്ലാത്തവനാണ്. അവൻ ഹൃദയമറിഞ്ഞു കൊടുക്കുന്നില്ല. ധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നവന് വർധനവുണ്ടാകുന്നില്ല. ധാന്യം വയൽ വിതയ്ക്കുമ്പോഴാണ് വർധനം. നമ്മൾ വിതയ്ക്കുന്ന വിതയ്ക്കനുസരിച്ചല്ല വർധനവ്. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. കൊയ്യുന്നതനുസരിച്ചല്ല വിളവ് ലഭിക്കുന്നത്. നാം വിതയ്ക്കുന്നതിനേക്കാൾ ഏറെയാണ് വിളവുണ്ടാകുന്നത്. അപ്പോൾ ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. വിതയ്ക്കുന്നവന് വീണ്ടും നന്മകൾ തന്നുകൊണ്ടേയിരിക്കും. ഇറുക്കി വിതയ്ക്കുന്നവന് സാരമായ നന്മയും ധാരാളമായി വിതയ്ക്കുന്നവന് ധാരാളമായ നന്മയും. ലൂക്കോസിൻ്റെ സുവിശേഷം 12:15 അവിടെ പറയുന്ന ഭാഗമുണ്ട്, സകല ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത്. നാം എത്രത്തോളം ആഗ്രഹിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ മേൽ ദൈവാത്മാവിൻ്റെ വിശുദ്ധിയുടെ തലങ്ങളെ തുറന്ന്, പാത്രം എത്ര വലുതാണോ അതിനനുസരിച്ചാണ് നമ്മുടെ മേൽ നന്മയെ പകരുന്നത്. ഒരിക്കൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ഏലീശയുടെ ശുശ്രൂഷയ്ക്കകത്ത് ഒരു കുടുംബത്തിനകത്ത് എണ്ണയുടെ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ വർധനവ് നടക്കുന്ന സമയത്ത് ആ കുടുംബം പറയുന്നു, പാത്രം തീർന്നുപോയി. അവിടെ വെച്ച് ആ ദൈവപ്രവൃത്തി സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ്. ആ ദൈവപ്രവൃത്തിക്ക് അന്ത്യം കുറിക്കുകയാണ്. അതിനൊരു തിരശ്ശീല വീഴുകയാണ്. അപ്പോൾ കൊടുക്കാനുള്ള നല്ല മനോഭാവം ഉണ്ടായിരിക്കണം. സഭാപ്രസംഗി 5:10 ദ്രവ്യാഗ്രഹിയായ മനുഷ്യൻ സന്തുഷ്ടനായിരിക്കയില്ല, അവനൊന്നിലും തൃപ്തിയില്ല. പൗലോസ് പറയുന്നു, സമൃദ്ധിയിലിരിപ്പാനും താഴ്ചയിലിരിപ്പാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. മുമ്പ് അദ്ദേഹത്തിന് അത് ശീലമില്ലായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ
സമൃദ്ധിയിലും പ്രതിസന്ധിയിലും അതിനകത്ത് മുന്നോട്ട് പോകാൻ താൻ ശീലിച്ചെടുത്തു. ഏതു സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ സമ്പന്നതയിലും താഴ്ചയിലുമെല്ലാം പൗലോസ് സന്തോഷിച്ചു. അപ്പോൾ ഈ ഭാഗങ്ങളെയെല്ലാം നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയാൻ, അതിൽ സംതൃപ്തിയോടെ ഇരിക്കാൻ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പൗലോസ് പറയുകയാണ്, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ശീലിച്ചിരിക്കുന്നു. ദൈവം എനിക്ക് നൽകിയത് ഉത്തമമെന്നുള്ള ബോധ്യം പൗലോസിൻ്റെ പേരുണ്ട്. ഇപ്പോൾ എനിക്കിരിക്കുന്നത് ഞെരുക്കത്തിൻ്റെ അനുഭവമെങ്കിലും ആ ഞെരുക്കത്തിൻ്റെ അനുഭവത്തിൽ സന്തോഷിക്കാൻ, ഭാവിയിൽ ദൈവം എനിക്ക് ചില വഴികൾ വീണ്ടും തുറക്കുമെന്ന് വിശ്വസിക്കാൻ പൗലോസ് ശീലിച്ചു. ഇനി ക്രിസ്തുവിൻ്റെ പരിജ്ഞാന നിമിത്തം സകലതും രണ്ടും ശീലിച്ച് മുന്നോട്ട് പോകാൻ, താഴ്ചയിലും സമൃദ്ധിയിലിരിപ്പാൻ പൗലോസ് ശീലിച്ചിരിക്കുക. അങ്ങനെയുള്ളൊരു മനുഷ്യൻ താഴ്ചയിൽ സമൃദ്ധി വന്നാൽ അഹങ്കരിക്കുകയില്ല, താഴ്ച വന്നാൽ ദൈവത്തിന് ഓട് പിറുപിറുക്കുകയില്ല. കാരണം അവൻ ശീലിച്ചിരിക്കുന്നു. അങ്ങനൊരു ദൈവകൃപ, കുടുംബ ജീവിതത്തിനകത്തുള്ള സംതൃപ്തി, ധാരാളമായി വിതയ്ക്കാനുള്ള ഔദാര്യമായ മനോഭാവം. ഏതു മേഖലകൾക്കകത്തും നിലവിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൗതികമായ ഒരു നന്മയുമില്ലെങ്കിലും ആ ഉള്ള അവസ്ഥയിൽ സംതൃപ്തരായി സന്തോഷത്തോടെ ഇരിക്കുന്ന, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. പുറമേ ഒന്നും കാണില്ലെങ്കിലും ദൈവകൃപയിൽ ഉള്ളതിൽ സന്തോഷിക്കുന്ന, കുടുംബജീവിതത്തിൽ സന്തോഷിക്കുന്ന, നമുക്ക് ലഭിച്ച ഇപ്പോഴുള്ള അവസ്ഥയിൽ സന്തോഷിക്കുന്ന ഒരാത്മതലം, ആ സംതൃപ്തി, ആ സന്തോഷം, അത് ദൈവം നിങ്ങളുടെ മേൽ പകരട്ടെ. അങ്ങനെ ഒരു ആത്മതലത്തെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.